കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോണ വൈക്കില് നിങ്ങളെ കണ്ടാട്ട് നിർത്തിയതാണ്. അപ്പോ ഈ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മൺപാത്രമാണോ അങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾ എടുത്തിട്ട് വെക്കണാണോ? അങ്ങനെയാണ് ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരും. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ ഇവിടെ കൊണ്ടാക്കിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ വീട്ടിൽ പോയി ഉണ്ടാക്കുന്ന കാണാൻ പറ്റുമോ? ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും ഉണ്ടായിട്ട് കാണാം. അല്ലേ? വീട് എവിടെയാണ്? ഇതിങ്ങനെ പോകുന്നത് സങ്കേതം അങ്കനവാടി നിർത്തിയോ? സങ്കേതം അങ്കലവാടി എടുക്കല്ലേ? അപ്പൊ നമ്മള് മൂപ്പരെ വീട്ടിൽ കൂടെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? അല്ലേ? ബാവാ നമ്മള് രവിയേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ രാമേട്ടൻ അവിടെ ഉള്ളത് അമ്മാവനാണ് അല്ലെ? അമ്മാവനാണ് മൂപ്പരെ, രവിയേട്ടന്റെ അമ്മാവനാണ്. ചട്ടി ഉണ്ടാക്കുന്ന കാണിച്ചു തരാണ്. അതായത് മൺകലങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇതിൽ ഒരു കെമിക്കലും ഇല്ല കേട്ടോ. ബാവാ ഇതുണ്ടല്ലേ കറക്റ്റ് നല്ല വൃത്തിയിൽ ഉണ്ടാക്കി തരാം. കാണിച്ചു തരും കണ്ടില്ലേ? അതിങ്ങനെ സ്പീഡിൽ കറക്കണല്ലേ കൈകൊണ്ട്? പിന്നെ ഒരു സാധനം നല്ല പണി തന്നെയാണ് സംഗതി. കറണ്ടിലൊന്നല്ല, കറണ്ട് വാങ്ങിയില്ല, നമ്മള് കൈകൊണ്ട് തന്നെ ചെയ്യണല്ലേ? കറണ്ടിന് നല്ല സംഖ്യ ആവും. കറണ്ട് നല്ല പൈസ ആവും. നല്ല പൈസ ആവും. വാങ്ങണമെന്നുണ്ട്. അപ്പൊ നാച്ചുറലായിട്ട് നമ്മള് കൈകൊണ്ട് നമ്മള് അഡ്വാൻസ് ഉണ്ടാക്കുകയാണ്. അതെ അതെ, ഇത് നല്ല പാടാണ്. മൺപാത്രമാണ് നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചേട്ടാ? മൺപാത്രം അതാ വന്നേ, മൺപാത്രം നല്ലത്. ഞങ്ങൾ പണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ചെറുതൊന്നും അറിയാലേ പണി. പഴയ ആൾക്കാർ നമ്മൾ മാത്രം പഠിച്ചിട്ടുള്ളൂ. ഇപ്പത്തെ പിള്ളേർക്ക് എന്താ അറിയില്ല, അത് പഠിക്കാൻ കൂട്ടാക്കണില്ല. ആൾക്കാർക്ക് താല്പര്യമില്ല. ഇത് നല്ല കൈവഴക്കം വേണം അല്ലേ? കൈ വേണം, നല്ല കൈവഴക്കം വേണം. കൈവഴക്കമുള്ളവർക്ക് ഷാർപ്പായിട്ട് വരുള്ളൂ. മറ്റേക്ക് എയിമാണ്, ആ എയിമിന് പോണല്ലേ? ഒന്നാമത്തെ മണ്ണ് കിട്ടാനില്ല. മണ്ണ് ഭയങ്കര വയനാട്ടിൽ കൊണ്ടുവരാ മണ്ണ് അല്ലേ? ബാവാ വയനാട് നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇവര് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. കൽപ്പറ്റയിൽ കൊണ്ടുവരണം. കൽപ്പറ്റയിൽ കൊണ്ടുവരണല്ലേ? ഇവിടെ കളിമണ്ണില്ല. ഇപ്പൊ ഈ അലൂമിനിയം പാത്രങ്ങള് നോൺ സ്റ്റിക്കുകളൊക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അതെ, അസുഖങ്ങൾ പലതും വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടില് മൺപാത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഒരു മെഷീൻ ഉപയോഗിക്കുന്നില്ല, ഫുൾ കൈ, ഫുള്ള് കൈന്റെ വിരൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഫുള്ള വിരലുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് മെഷീനോ അല്ലെങ്കിൽ കമ്പോ ഒന്നും ഇതിപ്പോ ഒരു ചട്ടിയാണ്. ഇനി ഒരു കല ഉണ്ടാക്കാം. ഇതൊരു ചട്ടിയാണ്. ഈ കല ഉണ്ടാക്കുമ്പോ നല്ല വൃത്തിയുള്ള കളിമണ്ണ് വേണ്ട നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ. തരികളോ കല്ലുകളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത്രയും ഷാർപ്പായിരിക്കും, നൈസ് മണ്ണായിരിക്കും അല്ലേ? നമ്മൾ കല കട്ട് ചെയ്യാൻ കല കട്ട് ചെയ്യും. ഈ പലക നമുക്ക് ആ പലക ഇത് വെച്ചിട്ടോ കലം വെച്ചു. ഈ ചട്ടി ഉണ്ടാക്കിയത് ഇനി അടുത്ത് കല ഉണ്ടാക്കാൻ പോവാണ്. സെയിം പ്രോസസ്സാണ് കൈകൊണ്ട് ഉണ്ടല്ലേ കലാണ് ഉണ്ടാക്കുന്നത്. എത്ര വർഷമായിട്ടത്? ഇത് കുറെ ഞാൻ 15 വയസ്സിൽ പണി തുടങ്ങി. 15-ാം വയസ്സ് തുടങ്ങി അല്ലേ? ഓ, അപ്പൊ 15-ാം വയസ്സിലാണ് ഏട്ടന് എന്ത് ഈ ചട്ടി ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയത്. 68 വയസ്സായി അല്ലേ? ഇതൊരു കലായി. ഇതിന്റെ അടി ഓട്ടങ്ങളൊക്കെ കാണാം, ഹോൾസ് ഉണ്ടല്ലോ, അത് ഉണ്ടാവുള്ളൂ. അതിന്റെ കൈനെ കൊണ്ട് എന്താ ചെയ്യാ? ചെറിയ കല്ലല്ലേ, കല്ല് വെച്ച് അടിച്ചിട്ട് ഉണ്ടാക്കണ അല്ലേ? ഇതിപ്പോ ഏട്ടുണ്ടാക്കിയ തൂക്കാണ് അല്ലേ? തൂക്ക് 3 സൈസായി. 3 സൈസായി. 3 സിസ്റ്റത്തിലൂടെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 3 സൈസ് കണ്ടോ കല. ഇത് തൂക്കുണ്ടാക്കി തന്നു. ചട്ടി കലം തൂക്ക്
എന്ത് ചെയ്യും ബാബ ഇതുണ്ടല്ലേ ഇത് ഉണക്കാട്ടുന്ന ചട്ടികളാണ് ഇപ്പൊ ഇതിന്റെ സെന്ററൊക്കെ ഹോൾസ് ആണ് അല്ലേ ഈ ഹോൾസ് നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്തിട്ട് അടിച്ച് കൈക്കൊണ്ട് അടിച്ചു കൂട്ടുന്നതാണ് പറഞ്ഞത് ഇതിന്റെ അടിഭാഗം നമ്മൾ അടിച്ച് പരത്തുകയാണ് അല്ലേ അതായത് ഹോൾസിനെ കൂട്ടിട്ട് ചട്ടിന്റെ അടിഭാഗം കൂട്ടുക ഈ ചട്ടി ഇങ്ങനെ വരുന്നല്ലേ ഇങ്ങനെ വരാം അവിടെ കട്ടയിൽ കൊണ്ടുവന്നാണ് ഇതിന്റെ അടിച്ചിട്ട് അടിഭാഗം കൂട്ടണം ഈ ഭാഗം കൂട്ടിട്ട് ഉണക്കാൻ മുട്ടും നീരത്തി ചൂളത്തിട്ട് 3 ദിവസം കത്തിക്കാൻ നല്ലത് പറഞ്ഞത് അല്ലാതെ 3 ദിവസം അല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചട്ടി കേടുവരും അതിന്റെ മൂപ്പാവൂല ചൂള തീ കൊണ്ട് മൂപ്പാണോ തീ കൊണ്ട് ചൂടാവണം നല്ല ചൂടാവും ഇതിന് കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അത് പുറത്തുനിന്ന് പൈസ ഗ്യാസിനും നല്ല പരിപാടി വിറകിന് തന്നെയാണ് പഴയ മോഡൽ തന്നെ എപ്പോഴും പരിപാടി അല്ലേ അല്ലാതെ കളർ ചേർക്കുക ചിലര് പറയണം മൺപാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മള് ഒറിജിനൽ ആയിട്ട് മൺപാത്രം ഉണ്ടാക്കി പഴയ തനിതായ സ്വഭാവത്തിലൂടെ ചെയ്യല്ലേ ഓക്കെ ഇങ്ങനത്തെ ഉള്ള സാധനം അതുപോലെ അടിച്ച് പരത്തി ഉള്ളിൽ കാക്കി നല്ല പണിയിലാണ് കാണുമ്പോ തോന്നും അങ്ങനെ പണിയില്ലല്ലോ നല്ല പണിയില്ല അതെ കാണുമ്പോ ഒരു പണിയില്ല ചട്ടിനെ മാത്രമേ ഉണ്ടാവുള്ളൂ മൺകലം പൊട്ടിന് മൺകലായി കിട്ടണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം കണ്ടോ മനസ്സിലാവും അതെ ഇപ്പം എന്തായി ഒരു ചട്ടിയായി ചട്ടിയായാലും ഇപ്പൊ ചട്ടിയായി അല്ലേ ഇങ്ങനെയാണ് മൺകലം ഉണ്ടാക്കുന്നത് ഓക്കെ ഇതൊക്കെ ചട്ടി അടിച്ച് കൂട്ടി വെച്ചതാണ് ഇനി നമുക്ക് ഉണക്കാൻ കണ്ട അതായത് ഈ ചൂളക്കിടുന്ന സിസ്റ്റം കാണിച്ചു തരാം വരി ഇവിടെയാണ് ചൂളക്കിടുന്നത് അപ്പൊ ഏട്ടാ ഇതിന്റെ മുകളിൽ ഇപ്പൊ എന്താ വെക്കുക അതിന് ചൂളക്കിടുമ്പോ ഇതിന്റെ മുകളിൽ പുല്ലൊക്കെ ഇട്ട് മൂടുന്നാ പറഞ്ഞത് പുല്ലിട്ട് മൂടിയിട്ട് ചട്ടിയൊക്കെ ഇതിന്റെ കൊണ്ട് വെക്കൂട്ടോ അവിടുന്ന് ഉണങ്ങിയിട്ട് ചട്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ പുല്ല് അതിലൊക്കെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് പുല്ലിട്ട് വെക്കും പുല്ല് വെച്ച് ആ പുല്ലിന്റെ മുകളിൽ ചളി വെച്ചിട്ട് തേമ്പും ശരിക്കും അടച്ചിട്ട് ഇതിന്റെ ബാക്ക് ഭാഗത്ത് എന്തുണ്ട് വലിയൊരു ഹോൾസാണ് ആ ഹോൾസിനുള്ളിൽ വിറകിട്ടിട്ട് കത്തിക്കും 3 ദിവസം കത്തിക്കണം എന്നാ പറഞ്ഞത് എന്നാലേ നമുക്ക് എന്താവുള്ളൂ ഇതുപോലത്തെ ഒരു കലം ആയിട്ട് വരുള്ളൂ ഒരുപാട് പണിയുണ്ട് ഒരു കലം വരെ അപ്പം ഈ നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയിലെ കലം പറയും ഈ കലം നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം പിന്നെ അലുമിനി പാത്രങ്ങളൊക്കെ കേട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരു മൺകലം ഉണ്ടാക്കി വരണമെങ്കിൽ ഒരുപാട് പ്രോസസ് ഉണ്ട് അപ്പം നാച്ചുറൽ നല്ല സിസ്റ്റം ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങൾ മൺകലം പഴയ സിസ്റ്റത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു അപ്പൊ ഏട്ടാ നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങള് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കണ മൺചട്ടി മൺകലങ്ങള് പിന്നെ ഇങ്ങനത്തെ പാനിക്കിന്റെ ഒരു പാത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഇതില് ഒരു മായം ഇതിൽ ചേർത്തിട്ടില്ല ഇത്തരം വൃത്തി ചൂളൊക്കെ ഇട്ടിട്ടാണ് ഇവരിത് കൊണ്ടുവന്നത് അപ്പൊ ഞങ്ങളവിടെ പോയി കണ്ട് ഇത് സ്ഥലം എവിടെ വെച്ചാന്ന് പറഞ്ഞത് നമുക്ക് ചേട്ടാ മാവൂരിന്ന് വെള്ളൽശ്ശേരി വഴി കട്ടാങ്ങൾക്ക് പോകണം റൂട്ട് അപ്പൊ ആരെങ്കിലും ഇതിൽ പോകുന്നുണ്ടെങ്കിൽ മൺകലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ 2 ഭാഗത്തും വയൽ പ്രദേശങ്ങളിലെ ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട് ഇവിടുന്ന് വാങ്ങാം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ മൈൻഡ് ഓക്കെ